ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. ക്രിസ്മസിന് മുന്നേ ഉള്ള വിശേഷങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. മുന്നേ എടുത്തിട്ടുള്ള വീഡിയോസുണ്ട്, ക്രിസ്മസിൻ്റെ അന്നത്തെ ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ അതിലിട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ പോയിട്ടുള്ളത് BBC ഷോപ്പിലേക്കാണ് കേട്ടോ, കുന്നംകുളത്തെ. നമുക്ക് പിറ്റേ ദിവസം ഹാമ്പറിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേക്കിൻ്റെ കുറച്ച് ഐറ്റംസും കൂടി മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഹാമ്പറിലൊക്കെ ഉള്ള 2-3 ഐറ്റംസും കൂടി കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അരി മാർക്കറ്റിൻ്റെ ആ ബാക്ക് സൈഡിലുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളാണ്. അതിൻ്റെ സ്റ്റാർസും ലൈറ്റും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ എല്ലാ ഐറ്റംസും മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. വന്നതിൻ്റെ ശേഷം സ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ ഇതാ 10:15 ആയിട്ടുണ്ട്. പിന്നെ ഐസിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ തലക്കുന്നൊക്കെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. ഇത് ക്രിസ്മസിൻ്റെ 2-3 ദിവസം മുന്നത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂൾ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, സ്കൂൾ പൂട്ടണേൻ്റെ ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ സ്കൂൾ സെലിബ്രേഷനുള്ള കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് 3 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അടുത്തുള്ള അംഗനവാടിക്ക് വന്നിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം പരത്തിയിട്ട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പീസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ശേഷം പിന്നെ നമുക്കൊരു 1/2 kg വാഞ്ചോ കേക്കും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അതും സ്കൂളിലേക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു. അതൊരു ഫുഡ് ഫെസ്റ്റിന് എന്തോ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് 1/2 kg മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി സെറ്റ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാം ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. ഫൈനൽ കോട്ടൊക്കെ ലാസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ശേഷം ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ക്രം കോട്ട് ചെയ്യുന്നത്. അങ്ങനെ അതും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നേരെ കയറ്റി. അതിൻ്റെ ശേഷം നമുക്ക് ഒരു 1 kg ചോക്ലേറ്റ് കേക്കും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഹാമ്പറിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. ഒരു വെഡിങ് ആനിവേഴ്സറി കേക്കായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഹാമ്പറും ഉണ്ടായിരുന്നു, ചെറിയൊരു ഹാമ്പറാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഐറ്റംസും ഡ്രസ്സൊക്കെ കസ്റ്റമർ നമ്മളോട് തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് വന്നുകൊണ്ടാണ് കേട്ടോ അത്രയും ലേറ്റ് ആയത് വീട്ടിലെത്താൻ. കുന്നംകുളം മൊത്തം കറങ്ങി എല്ലാ ഐറ്റംസും ഡ്രസ്സും ഒക്കെ തിരഞ്ഞു വരുമ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചോക്ലേറ്റും ഫ്ലവറും മാത്രമേ വെക്കുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ബോക്സാണ്. അങ്ങനെ അതും ആദ്യം തന്നെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അതൊക്കെ രാവിലെ കൊടുക്കാനുള്ളതായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ നൈറ്റിൽ എടുത്തുകൊണ്ടാണ് അത്രയും ലൈറ്റ് കുറവ് കേട്ടോ. രാവിലെ കൊടുക്കാനുള്ളതുകൊണ്ട് ആദ്യം തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് തന്നെ അത് ചെയ്ത് വെക്കുകയാണ്. പിന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അവിടെ ആകെ വൃത്തികേടാവും. പിന്നെ ഈ ബോക്സിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. വല്ല ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കളറിൽ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും കേട്ടോ. കാരണം ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ ബോക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അത് സെറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിൻ്റെ ശേഷം നമ്മുടെ കേക്കൊക്കെ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് എടുത്തു കേട്ടോ. ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് അങ്ങനെ രാവിലെ കൊടുക്കാനുള്ള കേക്കൊക്കെ എല്ലാം ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ലാസ്റ്റ് ഒരു കേക്ക് ഇരിക്കുന്നത് വൈകിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്ത് വരുമ്പോൾ തന്നെ രാത്രി 2 മണി ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എടുക്കാൻ. അങ്ങനെ രാവിലെ 1/2 kg കേക്ക് മേടിക്കാൻ കസ്റ്റമർ വരുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വേഗം തന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ രാവിലെ ഒരു 7 മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്ത് കാണാൻ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. പുറത്തത്തെ ആ ഒരു വ്യൂ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നോർമലി ഇത്ര നേരത്തൊന്നും ആരും കേക്ക് മേടിക്കാൻ വരാറില്ല കേട്ടോ. ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കേക്കാണെന്ന് പറഞ്ഞിരുന്നു ഫുഡ് ഫെസ്റ്റിന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കുട്ടിയുടെ വണ്ടി നല്ല നേരത്തെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ ഒരു മേടിക്കാൻ വരുന്നത്. മോളുടെ മദ്രസയിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ മുന്നിൽ പോയി നിൽക്കുകയാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ അവർ കേക്ക് മേടിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊരു കവറിലിട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ പോയതിൻ്റെ ശേഷം നമ്മുടെ അടുത്ത കേക്കിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഈ കേക്കും രാവിലെ കൊണ്ടു കൊടുക്കാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഡെക്കറേഷൻ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് ഒരു ക്രീം കൊണ്ട് തന്നെ റൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഹാമ്പറും കൂടിയും സെറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് അങ്ങനെ കസ്റ്റമറുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. ആളുടെ വൈഫിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് ഞങ്ങളോട് തന്നെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ അതും കൊണ്ടു കൊടുത്തതിന് ശേഷം തിരിച്ച് വന്നിട്ടാണ് നമ്മുടെ അംഗനവാടിക്കുള്ള കേക്ക് സെറ്റാക്കിയത്. ഈ കേക്ക് ഉച്ചയ്ക്ക് 2 മണി 2:30 ആ ടൈമിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ കൊടുത്താൽ മതിയെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ആയതുകൊണ്ട് ആ ഒരു തീമിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളും പിന്നെ കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അതിൻ്റെ ശേഷം നമുക്ക് വൈകിട്ടൊരു 1 kg സ്ക്വയർ കേക്കും കൂടി ഉണ്ടായിരുന്നു. അതും ഒരു സെലിബ്രേഷൻ്റെ തന്നെയായിരുന്നു കേട്ടോ. അത് ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള ഒരു കേക്കായിരുന്നു. അങ്ങനെ അതും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തയച്ചു.
പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിറ്റേ ദിവസം കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു ഗ്രൂം ടു ബി കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. അപ്പോൾ അതും സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം 2 ബർത്ത്ഡേ കേക്കും ആ ഒരു കല്യാണത്തിൻ്റെ വെഡ്ഡിങ് കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കാണ്. ഇത് പിന്നെ നമ്മുടെ കസിൻ്റെ കല്യാണം ആയതുകൊണ്ട് നമുക്കും കൂടിയും ആ ഒരു കല്യാണത്തിന് പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കേക്കിൻ്റെ ഓർഡേഴ്സും എല്ലാം കൂടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആ ഒരു 2-3 ദിവസത്തിലായിട്ട് ഈ സെലിബ്രേഷൻസിൻ്റെ കേക്കും അതുപോലെ ഈ വെഡ്ഡിങ് കേക്കും ബർത്ത്ഡേ കേക്കും എല്ലാം കൂടി ഒരുമിച്ചായപ്പോൾ ഭയങ്കര തിരക്കായി പോയിട്ടാ. അപ്പോൾ ആ ഒരു ലാവൻഡർ കളറുള്ള കേക്ക് നമുക്ക് ആ ഒരു കല്യാണത്തിനുള്ള ആളുടെ പെങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് പകൽ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. ഈ കേക്ക് അവർക്ക് നൈറ്റിൽ കട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നു. രണ്ടും അവർക്കുള്ളത് തന്നെയായിരുന്നു. ഒന്ന് വൈകിട്ടും ഒന്ന് രാവിലെയും കട്ട് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ വൈകിട്ടാണ് നമുക്ക് കല്യാണത്തിന് പോകേണ്ടത്. അന്ന് തലേ ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതായിരുന്നു. ഒരു 7:30 ടൈമിലാണ് അവരെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി രാവിലെ തന്നെ ഇതിൻ്റെ ക്രംകോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് വൈകിട്ടായപ്പോൾ വലിയ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫോക്സ് ബോൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. ഇത് 2 kg വെയിറ്റ് വരുന്ന 2 ടയർ കേക്ക് ആയിരുന്നു. ഓൾറെഡി ഡിസൈനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫോക്സ് ബോൾസ് വെച്ചിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുകൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കട പെങ്ങളുടെ മക്കളും അവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒക്കെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാനുള്ള കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ സ്പഞ്ചസൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയത്. പിന്നെ രാവിലെ എണീച്ച് ആ കേക്കിൻ്റെ കല്യാണത്തിന് കൊണ്ടുപോകാനുള്ള കേക്കിൻ്റെയും എല്ലാ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണത്തിനും കൂടി. അതും കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ ശേഷമാണ് വെഡ്ഡിങ് കേക്ക് കൊണ്ടു കൊടുക്കാണ്ടായിരുന്നത്. വെഡ്ഡിങ് കേക്കും അതിൻ്റെ കൂടെ ഈ പ്ലം കേക്കും കൂടി ഉണ്ടായിരുന്നു. പ്ലം കേക്ക് വേറെ ടീമിനുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വെഡ്ഡിങ് കേക്കാണ് ആ ഒരു കല്യാണത്തിൻ്റെ. അതിൻ്റെ ശേഷം നമുക്ക് പിറ്റേ ദിവസത്തിന് ഒരു ചോക്ലേറ്റ് കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം വേറെ 2 കേക്ക്സും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒരാഴ്ചത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം.